വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ. ഇവിടെ ലവോദിക്ക സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ ധനവാനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്നാണ് 3:17 ആരംഭത്തിൽ നമ്മൾ കാണുന്നത്. ഭൗതിക കാഴ്ചപ്പാടിൽ ഒന്നിനും കുറവില്ലാത്ത സഭയായിരുന്നു ലവോദിക്ക സഭ. ഭൂകമ്പത്തിൽ തകർന്നുപോയ ലവോദിക്ക പട്ടണത്തിന് റോമൻ ചക്രവർത്തി വെച്ചു നീട്ടിയ സഹായം നിരസിക്കാൻ മാത്രം സമ്പന്നർ ആയിരുന്നു അവർ. ആധുനിക സഭയുടെ മനോഭാവവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. ക്രിസ്തുവിനെ തന്നെ വിറ്റ് ധനമുണ്ടാക്കുന്ന ക്രൈസ്തവ സഭകൾ പെരുകി വരുന്നു. ശുശ്രൂഷകന്മാരും വിശ്വാസികളും ദൈവ്യാഗ്രഹികൾ ആയിത്തീരുന്നു. ഏലിയാവിൻ്റെ പിൻഗാമിയായി ഏലീശ വന്നു. ഏലീശയുടെ പിൻഗാമിയായി ഗേഹസി വരേണ്ടതായിരുന്നു. കാരണം നയമാനെ എതിരേറ്റതും ശൂന്യകാര്യത്തെ എതിരേറ്റതും ഗേഹസിയായിരുന്നു. ശുശ്രൂഷയ്ക്ക് ഒത്തിരി അവസരം ലഭിച്ച വ്യക്തിയായിരുന്നു ഗേഹസി. ഏലീശയ്ക്ക് നയമാൻ ഒത്തിരി നന്മകൾ കൊണ്ടുവന്നു. ഏലീശ ശുശ്രൂഷയ്ക്ക് പകരം അത് മേടിച്ചില്ല. എന്നാൽ ദൈവദാസൻ എടുത്ത തീരുമാനം ദാസൻ മേടിച്ചു. ഗേഹസി ഏലീശയുടെ പേരിലാണ് മേടിച്ചത്. മറ്റുള്ളവരുടെ കൃപാവരം നാം വിറ്റ് പണമുണ്ടാക്കരുത്. 2 ദിനവൃത്താന്തം 25:7. എല്ലാ വിശ്വാസികളോടുകൂടെയും എല്ലാ പാസ്റ്റർമാരോടുകൂടെയും ദൈവം ഇല്ല. പണം കൊണ്ട് സകലതും സാധിക്കും എന്നുള്ള വിചാരം അബദ്ധമാണ്. ആരോഗ്യം, സമാധാനം, സന്തോഷം, സ്നേഹം തുടങ്ങിയവ പണം കൊണ്ട് നേടുവാൻ സാധിക്കുകയില്ല. ഇരമ്യാവ് 9:23-24. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുവിലൂടെ കിടക്കുന്നത് എളുപ്പമെന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നല്ലോ. സഭയുടെ യഥാർത്ഥ ധനം ക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവർത്തികൾ 3:6, 1 കൊരിന്ത്യർ 1:6-7 വാക്യങ്ങൾ. ബൈബിൾ നമ്മൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ വ്യഭിചാരം ചെയ്തവനും കൊല ചെയ്തവനും മോഷ്ടിച്ചവനും മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ദിവ്യാഗ്രഹി മടങ്ങി വന്നിട്ടില്ല. യൂദ, ഗേഹസി, ദേമാസ് ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. 1 തിമോഥെയോസ് 6:9-10 വാക്യം. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. ലോകത്തെ മുഴുവൻ മനസ്സും തിരിക്കാനുള്ള ഏകശക്തി ധനമാണെന്ന് ലവോദിക്കക്കാർ ധരിച്ചിരുന്നു. എന്നാൽ മാനസാന്തരം ധനത്താലല്ല, ദൈവത്തിൻ്റെ ശക്തിയാലത്രേ നടക്കുന്നത്. ധനം കിട്ടിയാലെല്ലാമായി എന്നൊരു സാത്താന്യ ചിന്താഗതി ഇവരെ ഭരിച്ചിരുന്നു. ഭൗതിക സമ്പത്തുള്ള ലവോദിക്ക സഭയെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവായി ക്രിസ്തു വീക്ഷിച്ചപ്പോൾ 5 നിലയിൽ അധപ്പതിച്ചിരിക്കുന്നതാണ് കാണുന്നത്. 1. നിർഭാഗ്യവാൻ. ടെലയിപ്പോറസ് എന്ന ഗ്രീക്ക് വാക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഹീനൻ, അധമൻ എന്നൊക്കെയാണ് അതിനർത്ഥം. ദൈവകൃപ ഒരുവനിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവൻ തികച്ചും അധമനത്രേ. വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇത്. നിർഭാഗ്യവാൻ എന്ന വാക്ക് ബൈബിളിൽ 3 ഭാഗങ്ങളിൽ കാണുന്നു. വെളിപ്പാട് 3:17, സദൃശവാക്യം 19:13, സഭാപ്രസംഗി 5:14. രണ്ടാമത് അരിഷ്ടൻ എന്ന വാക്കാണ് നമ്മൾ കാണുന്നത്. ഹെലയോനോസ് എന്ന ഗ്രീക്ക് വാക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. നികൃഷ്ടനായ, അടിമ, ദയനീയ സ്ഥിതിയുള്ളവൻ എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഇയ്യോബ് അരിഷ്ടനും പ്രകാശം കൊടുക്കുന്നത് എന്തിന് എന്ന് ഒരിക്കൽ ചോദിച്ചു. ഇയ്യോബ് 3:20. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യർ അരിഷ്ടന്മാരത്രേ. 1 കൊരിന്ത്യർ 15:19. ഇവർക്ക് പുനരുദ്ധാനത്തിലോ മരണാനന്തര ജീവിതത്തിലോ ഒരു വിശ്വാസവുമില്ല. ഇവർക്ക് ക്രിസ്തുവിനെ കൊണ്ടോ ക്രിസ്തുവിൻ്റെ പേരിലോ കാര്യങ്ങൾ നേടണം എന്ന് വെച്ചാൽ രോഗം മാറണം, കടം മാറണം, പണം വേണം, മക്കൾക്ക് നല്ല ഭാവി വേണം, നല്ല ഭവനം വേണം, ഇങ്ങനെയുള്ള ചിന്ത. ഇവരെക്കുറിച്ച് പൗലോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുന്നത് അവർ അരിഷ്ടന്മാരത്രേ എന്നാണ്. സങ്കീർത്തനം 88:15 ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ആണ്. സങ്കീർത്തനം 109:22 ഞാൻ അരിഷ്ടനും ദരിദ്രനുമാണ് എന്ന് വായിക്കുന്നു. റോമാലേഖനം 7:5 അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിൻ്റെ അധീനതയിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് ചോദിക്കുന്നു. സങ്കീർത്തനം 25:16 എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനും ആകുന്നു എന്ന് വായിക്കുന്നു. യെശയ്യാവ് 66:2 യഹോവ അരിഷ്ടനെ കടാക്ഷിക്കും. ഇയ്യോബ് 36:15 ദൈവം അരിഷ്ടനെ അവരുടെ അരിഷ്ടതയിൽ നിന്ന് വിടുവിക്കും എന്ന് വായിക്കുന്നു. യെശയ്യാവ് 49:13 യഹോവ അരിഷ്ടന്മാരുടെ കരുണ കാണിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 3:17 മൂന്നാമതായി നമ്മൾ കാണുന്നത് ദരിദ്രൻ എന്ന വാക്കാണ്. പേർട്ടേക്കോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അടിമപ്പണി ചെയ്യുന്നവൻ, പാദസേവ ചെയ്യുന്നവൻ, പരമദാരിദ്രൻ എന്നൊക്കെയാണ് അർത്ഥം. സ്വന്തം ദൃഷ്ടിയിൽ സമ്പന്നൻ, അതേസമയം നിത്യമായ സമ്പത്തൊന്നും കൈവശമില്ലാത്തവൻ, ആത്മീകമായി പുരോഗതിയില്ലാത്തവൻ, അധപ്പതിച്ചവൻ എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാലാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് കുരുടൻ എന്ന പദമാണ്. ടുഫില്ലോസ് എന്ന ഗ്രീക്ക് വാക്കാണ് കുരുടൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മീക ദർശനം നഷ്ടപ്പെട്ടവൻ എന്നർത്ഥം. ഭൗതിക കണ്ണിൽ ചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കുന്നവൻ, എങ്കിലും ആത്മീക അന്ധതയുള്ളവൻ. കാതുകളും കണ്ണുകളും മനസ്സും കുരുടായിപ്പോയി. അങ്ങനെ അവർ മൂഢസ്വർഗത്തിൽ വസിക്കുന്നു. 2 പത്രോസ് 1:7-9 വരെയുള്ള വാക്യങ്ങൾ.
ഇങ്ങനെയുള്ളവരെ ദരിദ്രരെയും കുരുടന്മാരെയും രക്ഷിപ്പാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ലൂക്കോസ് 4:18-19 വാക്യങ്ങൾ. ആത്മീക ഭൗതിക അന്ധത വരുന്നത് 3 വിധത്തിലാണ്. 1. ദൈവം തൻ്റെ ഹിതപ്രകാരം നൽകുന്ന അന്ധത. പുറപ്പാട് 4:11, യോഹന്നാൻ 9:2, അപ്പോസ്തല പ്രവർത്തികൾ 9:1-18 വരെയുള്ള വാക്യങ്ങൾ. 2. ദോഷപ്രവൃത്തിയുടെ ശിക്ഷയായി നൽകുന്ന അന്ധത. ഉൽപ്പത്തി 19:11, 2 രാജാക്കന്മാർ 6:18, അപ്പോസ്തല പ്രവർത്തികൾ 13:11. 3. സാത്താൻ മനുഷ്യരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പാതിരിപ്പാൻ അന്ധരാക്കും. 2 കൊരിന്ത്യർ 4:4, മത്തായി സുവിശേഷം 15:14, യെശയ്യാവ് 56:10. ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവർ ഭാഗ്യവാന്മാരാണ്. എഫീസ്യർ 6:8. 4. വെളിപ്പാട് പുസ്തകം 3:17 നമ്മൾ കാണുന്നത് നഗ്നർ എന്നാണ്. ഗ്നോട്ടിസ് എന്ന ഗ്രീക്ക് വാക്കാണ് നഗ്നർ എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക്. നീതിയിൻ വസ്ത്രം നഷ്ടപ്പെട്ടവർ, വിശുദ്ധി നഷ്ടപ്പെട്ടവർ എന്നാണ് അർത്ഥം. ലവോദിക്കയിലെ ജനങ്ങൾ ലോകപ്രസിദ്ധമായ കമ്പിളി കയറ്റി അയക്കുന്നവർ ആത്മീകതയിൽ നഗ്നരാണ്. ധനവാനാണ് തൻ്റെ ധനം കൊണ്ട് ആത്മീകതയിൽ നഷ്ടപ്പെട്ട നഗ്നത മറയ്ക്കുവാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ മുമ്പിൽ എങ്ങനെ നടക്കുന്നു എന്നതല്ല, സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കുന്നു എന്നതാണ് പ്രാധാന്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ നമുക്ക് വെളിപ്പാട് 3:18 ചിന്തിക്കാം. താങ്ക് യു സോ മച്ച്.